മറ്റു വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ.ഡി. സമൻസ് ലാവ്ലിൻ കേസിൽ 2023 മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയത്. നേരത്തെ ലൈഫ് മിഷൻ കേസിലാണ് നോട്ടീസ് എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലായിരുന്നു ഇ.ഡി. അന്വേഷണം നടന്നിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, അപ്പോൾ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള കേസിലല്ല, ലാവ്ലിൻ കേസിൽ തന്നെയാണ് ഇങ്ങനെയൊരു സമൻസ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഗൗരവമായിരിക്കുകയാണല്ലോ. കേന്ദ്രവുമായിട്ടുള്ള ബന്ധം CPM-നുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലാവ്ലിൻ കേസിൽ എന്നുള്ള ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുന്നതിനിടെയാണല്ലോ മകനെതിരെയുള്ള സമൻസും ലാവ്ലിൻ കേസിലാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഗൗരവകരമായ ഒരു രീതിയിലേക്ക് വിവേക് കിരണിന് ലഭിച്ചിരിക്കുന്ന സമൻസ് മാറുകയാണ്. പ്രത്യേകിച്ചും ഈ CPM-നെ സംബന്ധിച്ചിട്ട് കേന്ദ്രത്തിലായാലും ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും ഏറ്റവും അധികം ഒരുപക്ഷെ പാർട്ടിയെ ഇത്രയധികം പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു ആരോപണം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിൽ 2006 ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ക്രൈം നന്ദകുമാറിന്റെ പരാതി എത്തുന്നതും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് 2006. പക്ഷെ ആ സമയത്തല്ലാതെ 2020 ക്രൈം നന്ദകുമാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ട് EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതും ലാവ്ലിൻ കേസിൽ സാക്ഷിമൊഴി എടുക്കാൻ സാക്ഷിയായാണ് വിവേകിനെ സമൻസ് അയച്ചിട്ടുള്ളത്. സാക്ഷി എന്ന നിലയിലാണ് സമൻസ് അയച്ചിട്ടുള്ളത്. ആ സമൻസിനാണ് വിവേക് മറുപടി പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ എത്തിയിരിക്കുന്ന സമൻസ് ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ടല്ല, അതേസമയം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ED വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ 2023 വിവേക് കിരണിന് നേരത്തെ നോട്ടീസ് നൽകിയത്. അന്ന് വിവേക് ഹാജരായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ പരാതിയിന്മേൽ തന്നെ ലാവ്ലിൻ കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ED കൂടുതൽ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ലാവ്ലിൻ കേസിൽ ഇപ്പോൾ വീണ്ടും വിവേകിന് സമൻസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിവേകിന് സാക്ഷി എന്നുള്ള നിലയിലാണ് സമൻസ് അയച്ചിരിക്കുന്നതെങ്കിലും നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടി ഇത് മാറുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സാഹചര്യങ്ങളും അല്ലെങ്കിൽ മറ്റു ഇടപാടുകളും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നു. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളത്തിന് അത് ചർച്ച ചെയ്യാനുള്ള വലിയൊരു ഇടം കൂടിയായി മാറുകയാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഇപ്പോൾ ലാവ്ലിൻ കേസ് കേന്ദ്ര നേതൃത്വവും അതുപോലെ CPM ദേശീയ നേതൃത്വവും ഇവിടെയും കേരളത്തിലും അധികം ചർച്ചയായിരുന്നതും ഏറ്റവും അധികം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ആ വിഷയത്തിൽ സാക്ഷിയാണെങ്കിൽ പോലും ആ വിഷയത്തിൽ സമൻസ് ലഭിക്കുക എന്നുള്ളത് ഗൗരവകരമായി കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് 2023 ഫെബ്രുവരിയിൽ EDയുടെ സമൻസ് കിട്ടിയത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തിന്റെ ബലത്തിൽ ECIR രജിസ്റ്റർ ചെയ്തതാണ് 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ വെളിച്ചത്തിലാണ് 2023 വിവേക് കിരണിന് സമൻസ് നൽകിയത്. പക്ഷേ അതിനെ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. EDയുടെ സമൻസ് കൈപ്പറ്റിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മകൻ. പക്ഷേ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. അതിൽ പിന്നീട് സമൻസ് അയക്കലോ മറ്റോ ഉണ്ടായില്ല. ഇതാണ് പ്രതിപക്ഷം വലിയ ആയുധമാക്കി ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് ഒരു തവണ സമൻസ് അയച്ചിട്ട് അതിന്റെ തുടർ നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കാതിരുന്നത്? അത് കേന്ദ്രവുമായുള്ള ബന്ധം കൊണ്ടാണ്. BJP CPM ബന്ധമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത് നേരത്തെ ലൈഫ് മിഷൻ കേസിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലൈഫ് വീടുകൾ പണിതു നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള സമൻസ് ആണ് എന്നായിരുന്നു. പക്ഷേ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള ED 2020 രജിസ്റ്റർ ചെയ്ത ECIR അനുസരിച്ചുള്ള സമൻസ് ആണ് എന്ന കാര്യം പുറത്തു വരുന്നത് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് CPM-നെ. കാരണം ലാവ്ലിൻ കേസിൽ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയെ വെറുതെ വിട്ടതിനെതിരെ, പിണറായി വിജയനെ വെറുതെ വിട്ടതിനെതിരെയുള്ള അപ്പീൽ CBIയുടെ സുപ്രീം കോടതിയിലുണ്ട്. പക്ഷേ അത് തുടർച്ചയായി മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇക്കാര്യത്തിലും പ്രതിപക്ഷം ആരോപിക്കുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള കേന്ദ്രത്തിലെ രഹസ്യബന്ധത്തെക്കുറിച്ചാണ്. ഇത് കൂടുതൽ ചർച്ചയാക്കും പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ 2023 സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചത് എന്ന സ്ഥിരീകരണം വരുന്നതോടുകൂടി